നമസ്കാരം. യൂറോപ്പ് മലയാളി ജേണലിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒഡീഷയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നത്. അവിടെ നിന്നുള്ള വിശേഷങ്ങൾ തുടരുകയാണ്. എവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒഡീഷ അമ്പലങ്ങളുടെ നാട് മാത്രമല്ല, ഇത് നല്ലൊരു ഹോളിഡേക്ക് പറ്റിയ സ്ഥലം കൂടിയാണ്. ഞങ്ങളിപ്പോൾ കോണാക്കിലേക്ക് പോകുന്ന വഴി 3 ബീച്ചുകൾ കണ്ടു. അപ്പോൾ ഇത് ചന്ദ്രഭാഗ ബീച്ചിൻ്റെ സൈഡിലാണ് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ റിസോർട്ടുകളുണ്ട്. അപ്പോൾ എല്ലാ ഹോട്ടൽസുകൾക്കും ഇങ്ങനെ ചെറിയ ചെറിയ സീ സൈഡിലേക്ക് റിസോർട്ടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ 3 ബീച്ചുകളിലും കണ്ടു. അപ്പോൾ നമുക്ക് നേരത്തെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ പല ദിവസങ്ങൾ താമസിച്ചിട്ട് കടലിലേക്ക് ഇവിടെ നിന്ന് സ്ട്രൈറ്റ് ഇറങ്ങാവുന്ന സൗകര്യങ്ങളുണ്ട്. അതുമാത്രമല്ല, നമുക്ക് ഇതിൽ ബുക്ക് ചെയ്തില്ലെങ്കിൽ തന്നെയും ഇവിടെ വന്നിട്ട് ചന്ദ്രഭാഗ ബീച്ചിലേക്ക് ഇറങ്ങാം. ഏതായാലും നമ്മൾ ചന്ദ്രഭാഗ ബീച്ചിലേക്ക് പോകുന്നു. ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത്, ഇവിടെ നമ്മൾ പറയുന്ന പോലെ കേരളം ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നു. നമ്മൾ നദികളും എല്ലാം ഉള്ള സംസ്ഥാനമാണ്. അതേപോലെ തന്നെ നമ്മൾ ഓരോ സംസ്ഥാനത്ത് വരുമ്പോഴും അതിൻ്റേതായ വ്യത്യസ്തപ്പെട്ട സ്ഥലങ്ങളാണ് കാണുന്നത്. ഇവിടെ ഈ സൈഡിൽ കാണുന്ന ഫോറസ്റ്റാണ്. അവിടെ ഈ മാനുകളെ സംരക്ഷിക്കുന്ന ഒരു വലിയ ഫോറസ്റ്റാണ് ഈ സൈഡിൽ കാണുന്നത്. അതിനോട് ചേർന്നാണ് കടലും കിടക്കുന്നത്. ഈ വരുന്ന വഴിയിലെല്ലാം ധാരാളം നദികൾ കണ്ടു. ആ നദികളെല്ലാം ഈ കടലിലേക്കാണ് വന്ന് ചേരുന്നത്. അതിൻ്റെ ഭാഗങ്ങളും നമുക്ക് കണ്ട് മുന്നിലേക്ക് പോകും. നമ്മൾ ചന്ദ്രഭാഗ ബീച്ചിലെത്തിയിരിക്കുകയാണ്. ഒറീസയിലുള്ള നല്ല ബീച്ചാണ്, കാണുമ്പോൾ തന്നെ അറിയാം. പക്ഷേ ഞങ്ങൾ എത്തിയിരിക്കുന്ന സമയം അത്ര കറക്റ്റ് അല്ലെന്ന് തോന്നുന്നു. ഞങ്ങൾ ഒന്നുകിൽ രാവിലെ വരണം, അല്ലെങ്കിൽ വൈകിട്ട് വരണം. രാവിലെ നല്ല തണുപ്പായിരുന്നു. ഇപ്പോൾ ഉച്ചയോടടുത്ത് വരുന്നു. അപ്പോൾ നല്ല ചൂടായി തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഒരു കുട എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് വിചാരിക്കുന്നു. നല്ല ചൂടാണ്. എന്നിരുന്നാലും ഇവിടെ ആൾക്കാരുണ്ട്. ഇവിടെ എന്തൊക്കെയാണ് ഈ ചന്ദ്രഭാഗ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ്. വളരെ ലോങ് ആയിട്ടുള്ള സാൻഡി ആയിട്ടുള്ള ബീച്ചാണ്. വളരെ മനോഹരമായ ബീച്ചാണ്. കൂടാതെ തൊട്ടടുത്ത് റിസോർട്ടൊക്കെ ഉള്ളതുകൊണ്ട് താമസിക്കാനും എല്ലാം നല്ല സൗകര്യമാണ്. തൊട്ടടുത്ത് തന്നെയാണല്ലോ. അവിടെ താമസിച്ചാൽ സ്ട്രൈറ്റ് അവേ പ്രൈവറ്റ് ബീച്ച് പോലെ അവർ അടച്ചെടുത്ത് ഒക്കെ വെച്ചിരിക്കുകയാണ്. ഏതായാലും നമുക്ക് ഇതുള്ളത് കൊണ്ട് കുറച്ച് നേരം ഇവിടെ നടന്നിട്ട് പോകാം. ചന്ദ്രഭാഗ ബീച്ചിൽ വർഷത്തിൽ 3 മാസം ഇങ്ങനെ റിസോർട്ടുകൾ ഉണ്ടാക്കിയിട്ട് നവംബർ, ഡിസംബർ, ജാനുവരി ഈ 3 മാസങ്ങളിൽ മാത്രം ഈ ചന്ദ്രഭാഗ ബീച്ചിൽ ഇങ്ങനെ ഹോട്ടൽസിന് സ്പെഷ്യൽ റിസോർട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഓൺലൈൻ വഴി നേരത്തെ ബുക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ബീച്ചിനോട് ചേർന്ന് തന്നെ ഒരു ടെമ്പററി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം 3 മന്ത്സാണ്. നവംബർ, ഡിസംബർ, ജാനുവരി വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രൈവറ്റ് ബീച്ച് പോലെ തന്നെ നമുക്ക് ഫുൾ അവിടെ താമസവും അക്കോമഡേഷനും ഫുഡും എല്ലാം ഉൾപ്പെടെയുള്ള ഒരു സൗകര്യവും നമുക്കിവിടെ വന്നപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കണ്ടു. അത് 3 മാസം മാത്രമാണ് ഉള്ളത്. മാത്രവുമല്ല, ഈ ബീച്ച് നമുക്ക് ഇപ്പോൾ വെള്ളം താഴോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എന്നിരുന്നാലും കുറേ സൗകര്യമായിട്ട് ഇവിടെ പല ആക്ടിവിറ്റീസും നടക്കുന്നുണ്ടല്ലോ. ബൈക്കിംഗ് ഉണ്ട്, ചെറിയ ബോട്ടിങ്സ് ഉണ്ട്. ഒരു ഈവനിങ്ങിൽ വന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായി ആസ്വദിക്കാവുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ചന്ദ്രഭാഗ ബീച്ച്. ഇവിടെ സീയിൽ നമുക്ക് ഈ ചെറിയ മോട്ടോർ ബൈക്ക് പോലത്തെ ഉണ്ടല്ലോ, മോട്ടോർ ബൈക്ക് പോലെ ഉള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. ചെറിയ ബോട്ടുകളുണ്ട്. പിന്നെ നമുക്കിവിടെ ബാക്കിൽ കാണാവുന്ന പോലെ ഈവനിങ്ങിൽ വളരെ ലൈവ്ലി ആവുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ചന്ദ്രഭാഗ ബീച്ച്. ഏതായാലും ഇത്തരത്തിലുള്ള 2-3 വലിയ ബീച്ചുകൾ ഈ ഏരിയയിൽ തന്നെ ഉണ്ട്. നമുക്കിനി ഒരു അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം.
കരകൗശല വസ്തുക്കളുടെ ഒരു ശേഖരം തന്നെയാണ് ഈ ഒഡീഷയെക്കുറിച്ച് പറയുകയാണെങ്കിലുള്ളത്. എല്ലാം ഹാൻഡ് മെയ്ഡായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, നമ്മളിപ്പോൾ ഈ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ട്രീറ്റ് മൊത്തം ഇത്തരത്തിലുള്ള കടകളാണുള്ളത്. ഈ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതാണെങ്കിൽ ഈ ചിപ്പി കൊണ്ടുള്ള മാലകളും വളകളും ശംഖ്, എലിഫൻറ്റ്, ചക്രം, ഇതെല്ലാം ഇവർ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് വിൽക്കുന്ന ധാരാളം കടകളാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അതും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഒന്നാണ്. കോണാർക്കിൽ നിന്ന് പൂരിയിലേക്ക് പോകുന്ന വഴിയാണ് സാൻഡ് ആർട്ട് മ്യൂസിയം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു അകത്തേക്ക് ക്യാമറയൊന്നും വിടാത്തതുകൊണ്ട് ഇതിനകത്ത് നടക്കുന്നതൊന്നും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം കൂടിയുണ്ട് പോകുന്ന വഴിക്ക്. ഈ പൂരിയിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ 2-3 ബീച്ചസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇത്തരം ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. ഇത് വളരെ പ്രശസ്തമാണ്. ലോകത്തിലെ തന്നെ പ്രശസ്തമായ സാൻഡ് ആർട്ട് മ്യൂസിയങ്ങളിലൊന്നാണ് ഈ കാണുന്ന സാൻഡ് ആർട്ട് മ്യൂസിയത്തിൽ വന്നപ്പോൾ ഏതായാലും ക്യാമറ അകത്തേക്ക് കടത്തുന്നില്ല. ഇവിടെ നമുക്കൊരു ലോക്കൽ റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ട്. ഉച്ചയ്ക്കുള്ള ആഹാരം കഴിച്ചിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുറത്ത് പോകുമ്പോൾ ഒരു പ്രത്യേകതയുള്ളത്, കഴിയുമെങ്കിൽ വെജിറ്റേറിയൻ മാത്രമാണ് കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കയറി എന്തെങ്കിലും ഒരു വെജിറ്റേറിയൻ ആഹാരം കഴിച്ചിട്ട് ഇനി മുന്നോട്ട് പോകാം. ഡ്രൈവ് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ വന്ന സ്ഥലത്ത് തവാ റോട്ടി, അതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. തവാ റോട്ടി ഉണ്ട്, മിക്സ് വെജിറ്റബിൾ ഡ്രൈ എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഡ്രൈ ഒന്ന് കുറച്ച് റൈസ് കൊണ്ട് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ കുറേശ്ശെ കഴിച്ചു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ നമ്മൾ പുറത്ത് പോകുമ്പോഴത്തേക്ക് വെജിറ്റേറിയനാണ് പൊതുവേ കഴിക്കാറുള്ളത്. കാര്യം അറിയത്തില്ലല്ലോ, മീറ്റൊക്കെ നമുക്ക് എവിടെ നിന്ന് കഴിച്ചാൽ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ തവാ റോട്ടി ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ആണ്. വളരെ തിന്നായിട്ടുള്ളതായിരിക്കും. ഏതായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇത് കഴിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകും. അങ്ങനെ ലഞ്ച് കഴിഞ്ഞു. തവാ റോട്ടിയും ഡ്രൈ വെജിറ്റബിൾ കറിയല്ല, ഒരു വളരെ ഡ്രൈ ആയിട്ടുള്ള വളരെ നന്നായിരുന്നു. ഒരു ചെറിയ സ്ഥലമാണെങ്കിലും വളരെ ക്ലീനായിട്ട് ഒരു നല്ല ഫുഡാണ് തന്നതെന്ന് പറയാൻ പറ്റും. ഇനി ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് ചിൽക്ക തടാകം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് തടാകമാണ്. അപ്പോൾ അവിടെയാണ് പോകുന്നത്. അവിടെ ഏറ്റവും അധികം ഹോളിഡേ മേക്കേഴ്സ് വരുന്ന ഒരു സ്ഥലമാണ്. ഹോളിഡേക്ക് ഏറ്റവും പറ്റിയ സ്ഥലമാണെന്നാണ് പറയുന്നത് ചിൽക്ക തടാകം. ഇനി അങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ കോണാർക്കിൽ നിന്ന് പൂരിയിൽ വന്നു. പൂരിയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ചിൽക്ക എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ചിൽക്കയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ചിൽക്ക ഈ ഒരു തടാകമുണ്ട്. ലോകത്തിലെ 2ാമത്തെ ലാർജസ്റ്റ് ലേക്കാണിത്. 1100 സ്ക്വയർ കിലോമീറ്റേഴ്സാണ് ഇതിൻ്റെ മൊത്തം വിസ്തീർണം എന്ന് പറയുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബോട്ട് സവാരിക്ക് പോയി കഴിഞ്ഞാൽ ഡോൾഫിനെ കാണാം. അതുമാത്രമല്ല, ഈ ചിൽക്ക എന്ന് പറയുന്ന ഈ ലേക്ക് കൊണ്ട് അത്രയും പ്രശസ്തമായൊരു സ്ഥലമാണിത്. ഈ ലോകത്തുള്ള എല്ലാ ടൂറിസ്റ്റുകളെയും ഇങ്ങോട്ട് ആകർഷിക്കുന്നതും ഈ ലേക്ക് തന്നെയാണ്. ഇവിടെ കാണുന്ന ഇത്രയും ബോട്ടുകളുടെ എണ്ണം കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയും എന്തുമാത്രം ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ചിൽക്ക എന്ന് പറയുന്നത്. നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങുന്നതേ ഉള്ളൂ. ഏതായാലും ഒരു ബോട്ടെടുത്ത് ഡോൾഫിനെ കാണാൻ പോകാമെന്ന് തന്നെ വിചാരിക്കുന്നു. മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ ഈ കോണാർക്കിൽ നിന്ന് പൂരി വഴി ചിൽക്കയിൽ വരുമ്പോൾ
നമ്മൾ ഒരു ഗ്രാമങ്ങളിലൂടെയാണ് സഞ്ചരിച്ചത്. അപ്പോൾ ഗ്രാമപ്രദേശത്തൂടെ വരുമ്പോൾ നമ്മൾ കണ്ടത് നല്ല വയലുകളും തെങ്ങും തോപ്പുകളും ഒക്കെയാണ് കണ്ടത്. അപ്പോൾ നമ്മളൊരു കേരളത്തിൻ്റെ ഒരു ഗ്രാമത്തിലൂടെ പോകുന്ന ഒരു പ്രതീതിയും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ത്യ കാണൂ എന്ന് പറയുന്നതാണ് ഏറ്റവും അത്യാവശ്യം. നമ്മൾ വിദേശ രാജ്യങ്ങളെല്ലാം കാണാൻ പോകുന്നുണ്ടെങ്കിലും ഇന്ത്യ കാണൂ, ഇന്ത്യയുടെ വൈവിധ്യമാർന്ന പ്രദേശങ്ങൾ കാണൂ, അവരുടെ ഭാഷകളും വിവിധ തരം ഭാഷകളും വേഷവിധാനങ്ങളും അവരുടെ ഭക്ഷണ രീതികളും എല്ലാം നമുക്ക് എത്രയോ നാൾ വേണം ഇന്ത്യ മൊത്തം കണ്ടു തീർക്കാൻ എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ ഈ ചിലുക്ക എന്ന് പറയുന്ന സ്ഥലത്ത് വരുമ്പോൾ തന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം വളരെ ഫ്രണ്ട്ലിയാണ്. എന്ത് ചോദിച്ചാലും അവർ ഹെൽപ്പ് ചെയ്യാനായിട്ട് തയ്യാറായി നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത്. ഞങ്ങളിവിടെ വന്നപ്പോൾ എൻട്രിയിൽ ഒരു സംശയം തോന്നിയപ്പോൾ തന്നെ ഒരു 2 പോലീസ് ഓഫീസേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞ് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർ തന്നെ ഉടനെ അതിനുള്ള പരിഹാരം കാണുന്നു, നമ്മളിവിടെ കൊണ്ടുവരുന്നു, ബോട്ടിനുള്ള സൗകര്യം അറേഞ്ച് ചെയ്യുന്നു. Thank you, Sub-Inspector, for helping us promptly. Sure. All the best. Okay, I'll see you later then. Thank you. നമ്മളങ്ങനെ ഡോൾഫിനെ കാണാനായിട്ട് ഒരു ബോട്ട് യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. 1 മണിക്കൂർ എടുക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ വന്നിട്ട് ഡോൾഫിനെ ലൈവായിട്ട് കണ്ടില്ലെന്ന് വേണ്ട, ഏതായാലും ബോട്ടിലൂടെ ഒരു യാത്ര ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ ചിലുക്ക ലേക്കിലൂടെ ഒരു ബോട്ട് യാത്ര ചെയ്യാൻ ഒരുങ്ങുമ്പോൾ നമുക്ക് ഒഡീഷ ഗവൺമെൻറ് പ്രത്യേകിച്ച് നമ്മളെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു പോലീസ് ഓഫീസറെ കൂടെ തന്നിരിക്കുകയാണ്. അത്ര നല്ല ഹോസ്പിറ്റാലിറ്റിയാണ് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒഡീഷ ഗവൺമെൻറ് നമ്മളെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടക്കാൻ വേണ്ടി അവർ ശ്രദ്ധിക്കുന്നതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ ഉള്ളത്. ഈ ലേക്കിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ മൺറോത്തുരുത്തിനെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ ഈ ലേക്കിൽ 1100 സ്ക്വയർ കിലോമീറ്റേഴ്സ് ഉള്ള അത്രയും വലിയ ഒരു ലേക്കാണിത്. അതിൽ എത്രയോ തുരുത്തുകളുണ്ട്, ആൾക്കാർ താമസിക്കുന്നുമുണ്ട്. ഒരു തുരുത്തിൽ നിന്ന് മറ്റേ തുരുത്തിൽ പോകണമെങ്കിൽ അവർക്ക് ഈ ബോട്ടോ വള്ളമോ ഉപയോഗിച്ചേ പോകാൻ പറ്റത്തുള്ളൂ. ചിൽക്ക ലേക്കിലൂടെയുള്ള ഈ യാത്ര അതിമനോഹരമാണ്. കാരണം നമ്മൾ ഇതിൽ വന്നപ്പോൾ തന്നെ കുറച്ച് ഡോൾഫിൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചാടുന്നത് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഇത് എന്ന് പറയുന്ന കണ്ണെത്താത്ത ദൂരത്ത് കിടക്കുകയാണ്. 1100 സ്ക്വയർ കിലോമീറ്റേഴ്സ് ഉള്ള ഒരു ലേക്കാണ്. ലോകത്തിലെ തന്നെ 2ാമത്തെ ലാർജസ്റ്റ് ലേക്കാണ് ഇത്. ഏഷ്യയിലെ തന്നെ 1ാമത്തെ ലേക്കാണ് ഈ ചിൽക്ക ലേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇത്രയും സ്ക്വയർ കിലോമീറ്റേഴ്സ് ദൂരത്തിൽ കിടക്കുന്ന ഈ ചിൽക്ക ലേക്കിലൂടെയുള്ള ഒരു യാത്ര ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചിട്ടോ ഇവിടുത്തെ ഗവൺമെൻറ് ഒഫീഷ്യൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഒരു യാത്ര പോകുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ ഒരു പോലീസ് ഓഫീസറെ കൂടെ നമ്മളെ കൂടെ അയച്ചിരിക്കുകയാണ് സഹായിക്കാൻ വേണ്ടി. താങ്ക് യു. പ്ലീസ് കം. Thank you for coming with us to show all these places. Thank you very much. Okay. അത്രയും നല്ലൊരു ഹോസ്പിറ്റാലിറ്റിയാണ് ഇവിടെ ഒഡീഷയിൽ വരുമ്പോൾ ഗവൺമെൻറ് നമുക്ക് വേണ്ടി നൽകിയതെന്ന് കൂടെ പ്രത്യേകിച്ച് പറയാൻ ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചിൽക്ക ലേക്കിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇന്ന് പല രാജ്യങ്ങളിൽ നിന്നായിട്ട് ഈ പക്ഷികൾ കൂട്ടത്തോടുകൂടി ഇവിടെ വരാറുണ്ട്. നവംബർ അവസാനത്തോടുകൂടി വരുന്നത്, അതായത് ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി വരെ ഇവിടെ പല രാജ്യത്തു നിന്ന് വരുന്ന വിവിധ തരം പക്ഷികളെ നമുക്ക് കൂട്ടത്തോടെ കാണാൻ പറ്റും. ഇത് എല്ലാ വർഷവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ ലേക്ക് ഇവിടെ ഉണ്ടെന്ന്
മറ്റേതോ യൂറോപ്യൻ രാജ്യത്തിലുള്ള ബേർഡ്സ് ഇതെങ്ങനെ അറിയുന്നു? എല്ലാ വർഷവും വരും. എൻഡ് ഓഫ് നവംബറിൽ ഇവിടെ വരും. ഫെബ്രുവരി ആകുമ്പോൾ ഇത് കൂട്ടത്തോട് തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ നേരത്തെ ഇവിടെ കണ്ടതും. ഇങ്ങനെ പല പല ഗ്രൂപ്പുകളായിട്ട് വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ പലായനം ചെയ്യുന്ന പക്ഷിക്കൂട്ടങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. ചിൽക്ക തടാകത്തിലൂടെയുള്ള ഒരു യാത്ര അതിമനോഹരമായിരുന്നു. ഡോൾഫിനെയൊക്കെ കാണാൻ കഴിഞ്ഞു. മാത്രമല്ല ഈ വിദേശ രാജ്യങ്ങളിൽ നിന്നും നവംബർ, ഡിസംബർ, ജാനുവരി വരെ ഇവിടെ താമസിക്കാൻ വരുന്ന പക്ഷികളെയൊക്കെ കണ്ടു. ഇതെന്ന് പറയുന്നത് ഒരു വലിയ സ്റ്റേറ്റാണ് ഒഡീഷ എന്ന് പറയുന്നതുകൊണ്ടല്ലേ. 30ഓളം ഡിസ്ട്രിക്റ്റുകളുള്ള 30 ഡിസ്ട്രിക്റ്റുകളുള്ള ഒരു സംസ്ഥാനമാണ് ഒഡീഷ. അത് വളരെ വലിയതാണ്. ഒരാഴ്ചയെങ്കിലും ഇവിടെ നിന്നെങ്കിൽ മാത്രമേ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും കണ്ട് മടങ്ങാൻ സാധിക്കത്തുള്ളൂ. ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച ഒഡീഷയുടെ കൂടുതൽ വിശേഷങ്ങളുമായി കാണും വരെ നന്ദി, നമസ്കാരം.